എന്നെ പ്രതി ചേർത്തത് രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് നയിക്കപ്പെട്ട സംഗതി എല്ലാവർക്കും അറിയാം. എറണാകുളം പൊളിറ്റിക്സാണ്. എറണാകുളം പൊളിറ്റിക്സും എറണാകുളത്തെ CPMൻ്റെ കമ്മിറ്റിയും നേതാക്കളും ഒക്കെ നിരന്തരം ആവശ്യപ്പെടുകയും അവർ പ്രകടനങ്ങളും അതേപോലെ തന്നെ ധർണകളും ഒക്കെ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിനെ ദുരുപയോഗപ്പെടുത്തി എന്നെ പ്രതിയാക്കിയത്. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇടത് വലത് മുന്നണികൾ തങ്ങളുടെ പെട്ടിയിൽ വീഴാവുന്ന എല്ലാ വോട്ടുകളും സ്വാംശീകരിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ്. പലരും പല വിധത്തിലുള്ള ആശങ്കയിലുമാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന എറണാകുളത്ത് കളമശ്ശേരി മണ്ഡലത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രി, കയർ വകുപ്പ് മന്ത്രിയായ P. രാജീവാണ് മത്സരിക്കുന്നത്. കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ MLA കൂടിയായ കളമശ്ശേരിയുടെ മന്ത്രിയായ P. രാജീവ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ UDF സ്ഥാനാർത്ഥിയായ ഗഫൂറിനെതിരെ തന്നെയാണ്. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് ഗഫൂർ. കഴിഞ്ഞ തവണ P. രാജീവ് ഗഫൂറിന് എതിരെ തന്നെ മത്സരിച്ച് ജയിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഗഫൂർ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിനകത്ത് തന്നെയുള്ള ചില അന്തഃഛിദ്രങ്ങളും പടലപ്പിണക്കങ്ങളും ഗഫൂറിന്റെ തോൽവിക്ക് കാരണമായി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക. ഇക്കുറി അങ്ങനെയല്ല. മുസ്ലിം ലീഗിലും UDFനും അകത്തും ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങളും അന്തഃഛിദ്രങ്ങളുമെല്ലാം പറഞ്ഞ് പരിഹരിച്ചിരിക്കുന്നു. സുശക്തമായ ഒരു ഭരണ മികവോടുകൂടി അല്ല എന്നുണ്ടെങ്കിൽ ഒത്തൊരുമയോടുകൂടി UDF മുന്നോട്ട് പോകുന്നു. P. രാജീവിനെ കളമശ്ശേരി മണ്ഡലത്തിൽ തറപറ്റിക്കും എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ. എന്നാൽ ഇതിനിടയിൽ രാഷ്ട്രീയ നിരീക്ഷകരും UDFന്റെ പ്രവർത്തകരുമെല്ലാം മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ 100 പാലങ്ങൾ പണികഴിപ്പിക്കുകയുണ്ടായി ഇബ്രാഹിം കുഞ്ഞിന്റെ കാലത്ത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പല പാലങ്ങളും അപകടത്തിലാണ്. പ്രത്യേകിച്ച് പാലാരിവട്ടം പാലം അപകടത്തിലായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി കേരളത്തിലെ പല ആളുകളും, അതായത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ പ്രമുഖരായ പല ആളുകളും അതിന് കരുനീക്കി. പിണറായി വിജയന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെ അത്തരത്തിൽ ഒരു നീക്കം നടന്നത് എന്നാണ് അദ്ദേഹം തന്നെ ഒരു മാധ്യമ സമ്മേളനത്തിൽ മുൻപ് പറഞ്ഞിരുന്നത്. അതായത് കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി ജയിച്ചു വരുന്ന ഇബ്രാഹിം കുഞ്ഞ് ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കളമശ്ശേരി മണ്ഡലത്തെ ലക്ഷ്യം വച്ചിരിക്കുന്ന പല ഇടതുപക്ഷ പ്രസ്ഥാനക്കാർക്കും വലിയ പേടി സ്വപ്നമായി മാറും ഇബ്രാഹിം കുഞ്ഞ്. അതുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിന്റെ ഈ തേരോട്ടം നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെതിരെ വളരെ ആസൂത്രിതമായ രീതിയിൽ ഇടതുപക്ഷം ഒരു ആരോപണം കൊണ്ടുവരികയായിരുന്നു. ആ ആരോപണത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് പാലാരിവട്ടം പാലം അപകടത്തിലാണ് എന്നുള്ള കഥ ഉണ്ടാക്കുകയും യാതൊരു തരത്തിലുള്ള ബലക്ഷയം ഉണ്ടാകാതിരുന്ന ഒരു പാലം പിന്നീട് പലരുടെയും സമ്മർദ്ദത്തിന്റെ ഫലമായി അത് ഇബ്രാഹിം കുഞ്ഞിന് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കേസിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഇബ്രാഹിം കുഞ്ഞ് അന്ന് മാധ്യമ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് ഇത് തന്നെയാണ്. അതായത് കളമശ്ശേരിയിൽ കണ്ണുവച്ചിരുന്ന ഇപ്പോഴത്തെ മന്ത്രിയായ P. രാജീവ് തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞിനെ പാലം അപകടത്തിലാണ് എന്നുള്ളൊരു കേസ് ഉണ്ടാക്കി, വ്യാജ പരാതി ഉണ്ടാക്കി ഇബ്രാഹിം കുഞ്ഞിനെ കുടുക്കിയത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയാണ്, ഇടതുപക്ഷത്തിന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് എന്നാണ് അന്ന് ഇബ്രാഹിം കുഞ്ഞ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ കോടതിയിൽ ഈ കേസ് ഇരിക്കുന്നതിനാൽ ഇതിന്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോൾ വെളിവാക്കാൻ പറ്റില്ല എന്നുകൂടി അന്ന് ഇബ്രാഹിം കുഞ്ഞ് പറയുകയുണ്ടായി. അതായത് 2018 ഉമ്മൻചാണ്ടിക്കെതിരെ ആസൂത്രിതമായി സോളാർ സരിത എന്ന യുവതിയെ ഇറക്കി ഒരു വലിയ ഭൂകമ്പം കേരളത്തിൽ സൃഷ്ടിക്കുകയുണ്ടായി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സ്ഥാനഭ്രഷ്ടനാക്കി ഭരണം പിടിച്ച പിണറായി വിജയന്റെ മറ്റൊരു തന്ത്രമായിരുന്നു കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഇബ്രാഹിം കുഞ്ഞിനെ തറപറ്റിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കള്ളക്കേസ് എന്ന് തന്നെയാണ് ഇപ്പോൾ UDF കേന്ദ്രവും പറയുന്നത്. ഇബ്രാഹിം കുഞ്ഞ് അന്ന് തനിക്കെതിരെ ഉണ്ടായ കേസിനെ കുറിച്ചും വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ചും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇത് വ്യക്തമാക്കി പറഞ്ഞിരുന്നതാണ്. ഒരു മനുഷ്യനെ
കൊല്ലാക്കൊല ചെയ്ത് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഉന്മൂലനം ചെയ്യേണ്ടത്, അതായത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഇടതുപക്ഷവും ഇന്നത്തെ മന്ത്രിയുമായ പി രാജീവും ഇബ്രാഹിം കുഞ്ഞെന്ന മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞെന്ന രാഷ്ട്രീയക്കാരനെതിരെ നടത്തിയ ഗൂഢനീക്കമാണ് ഇബ്രാഹിം കുഞ്ഞെന്ന രാഷ്ട്രീയക്കാരനെ ഇല്ലാതാക്കി കളമശ്ശേരി മണ്ഡലം പിടിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷവും പി രാജീവും പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി നടത്തിയ നാടകം തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഉണ്ടായ കേസ് എന്നാണ് അന്ന് ഇബ്രാഹിം കുഞ്ഞ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയന്റെയോ പി രാജീവിന്റെയോ പേരെടുത്ത് പറയാതെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇബ്രാഹിം കുഞ്ഞ് അന്ന് മാധ്യമത്തിന് നൽകിയ അഭിമുഖം ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ കളമശ്ശേരി മണ്ഡലത്തിൽ പി രാജീവിനെതിരെ തന്നെ മത്സരിക്കുമ്പോൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അഭിമുഖം തന്നെയാണ്. ഇബ്രാഹിം കുഞ്ഞ് അന്ന് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് നമുക്കൊന്ന് കേൾക്കാം. എന്നെ പ്രതി ചേർത്തത് രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് നയിക്കപ്പെട്ട സംഗതി എല്ലാവർക്കും അറിയാം. എറണാകുളം പൊളിറ്റിക്സാണ്. എറണാകുളം പൊളിറ്റിക്സും എറണാകുളത്തെ CPMൻ്റെ കമ്മിറ്റിയും നേതാക്കളും ഒക്കെ നിരന്തരം ആവശ്യപ്പെടുകയും അവർ പ്രകടനങ്ങളും അതേപോലെ തന്നെ ധർണകളും ഒക്കെ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിനെ ദുരുപയോഗപ്പെടുത്തി എന്നെ പ്രതിയാക്കിയത്. വാസ്തവത്തിൽ അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം ഏതെങ്കിലും ഒരു പാർട്ടി ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്ന ആളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി കുറ്റവാളിയാണെന്ന് തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്ന ആളെ പ്രതിയാക്കുന്ന ഒരു സമ്പ്രദായം, അത് വളരെ ദൗർഭാഗ്യകരമാണ്. മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ എടുത്ത നിലപാടുകൾ വളരെ നീതിയുക്തമായ നിലപാടാണ്. പക്ഷേ ഈ പൊളിറ്റിക്സാണ്. ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സങ്കുചിതമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ ഒരു പൊളിറ്റിക്സാണ്. കളമശ്ശേരി സീറ്റാണ് ഇവരുടെ എല്ലാം നോട്ടം. അതിനിത്ര മാത്രം വലിയ കുഴപ്പമുണ്ടാക്കണമോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്ത ആളുകളും ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്ത ആളുകളും അവരെല്ലാവരും കൂടി നടത്തുന്ന ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ കേസ് കോടതിയിലെത്തി കേസിൻ്റെ ന്യായാന്യായങ്ങൾ അവിടെയാണ് തീരുമാനിക്കപ്പെടേണ്ടത്. മാത്രമല്ല അതിൻ്റെ എവിഡൻസുകളും മറ്റും ഞാൻ അതിനെപ്പറ്റി അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നത് ശരിയല്ല. പക്ഷേ ഈ സ്ഥിതിവിശേഷം ഒരു ആരോഗ്യകരമായ രാഷ്ട്രീയ സംവിധാനത്തിനും ജനാധിപത്യ ഭരണക്രമത്തിനും യോജിച്ചതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. പ്രതികരിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ CPM നേതാക്കൾക്ക് കളമശ്ശേരി സീറ്റിലുള്ള കണ്ണാണോ? CPM നേതാക്കൾക്ക് എന്ന് ഞാൻ പറയില്ല. അതിൽ പെടുന്ന ചില ആളുകൾക്ക് അവർക്ക് ഇനി സീറ്റ് കിട്ടുമോ അതല്ലെങ്കിൽ നിന്നാ ജയിക്കുമോ എന്നുള്ളതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ഏത് പാർട്ടിയുടെ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഞാനും കൂടി ഉള്ള സംഗതിയല്ലേ സംവിധാനം. മുസ്ലിം ലീഗ് നേതൃത്വം എന്ന് പറഞ്ഞാൽ ഞാനും കൂടി ഉൾക്കൊള്ളുന്നതാണ് നേതൃത്വം. ഞാൻ തീർച്ചയായിട്ടും ഇതേവരെ അന്വേഷണത്തോട് സഹകരിച്ചു. ഇനി അന്വേഷണത്തോടും അതോടൊപ്പം തന്നെ കോടതി നടപടികളോടും പരമാവധി സഹകരിച്ച് അതിന് പിന്തുണ നൽകി മുന്നോട്ട് പോകും. ഒരാവശ്യമില്ല. രാഷ്ട്രീയക്കാരൻ എന്തിന് മുൻകൂർ ജാമ്യത്തിന് പോകണം? ഒന്നിനെ ഞാൻ ഭയപ്പെടുന്നില്ല. അല്ല, അത് അതിൻ്റെ നടപടിക്രമമാണ്. എന്നെ പ്രതി ചേർക്കാനുള്ള റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റെയ്ഡ് നടത്തണം. ഇനി ആ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം
ഈ സാധനം കോടതിയിലെത്തി. മിനിയാന്നാണെങ്കിൽ ഞാൻ മെറിറ്റിലേക്ക് പോയേനെ. ഇന്നലെ മുതൽ ഞാൻ ഇനി ഈ തെളിവുകളുടെ മെറിറ്റിലേക്ക് പോകുന്നത് കോടതിയോടുള്ള അവഹേളന. അതുകൊണ്ടല്ല ഈ കേസിലെ മറ്റൊരു പ്രതിയാണ് താങ്കളുടെ പേര് പറയുന്നത്. മറ്റൊരു പ്രതി പറയുന്നത് കൊണ്ട് അല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെല്ലാം കോടതി തീരുമാനിക്കട്ടെ. ഇനി അന്വേഷണവുമായും എന്തെങ്കിലും അന്വേഷണം ബാക്കിയുണ്ടെങ്കിൽ അതുമായും അതേപോലെ തന്നെ കോടതി നടപടികളുമായും ഞാൻ പരമാവധി സഹകരിക്കും. അവസാനമായി ഒറ്റ ചോദ്യം, അങ്ങേക്ക് ഇതിൽ ഈ അഴിമതിയിൽ പങ്കില്ല എന്ന നിലപാടിൽ തന്നെ? തീർച്ചയായിട്ടും അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. 245 പാലമാണ് എൻ്റെ കാലത്ത് എൻ്റെ ടേണിൽ കല്ലിട്ട് ഉദ്ഘാടനം ചെയ്തത്. അതിനു മുമ്പ് VS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പാലങ്ങൾ, ഇപ്പോൾ ഈ ഗവൺമെൻറ് ഉദ്ഘാടനം ചെയ്യുന്ന പാലങ്ങൾ ഉൾപ്പെടെ 500 പാലങ്ങളാണ് എൻ്റെ കാർമ്മികത്വത്തിൽ നടപ്പിലാക്കിയത് കേരളത്തിൽ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിലൊരു പാലത്തിന് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിന് ഉത്തരവാദികളായവരെ തീർച്ചയായിട്ടും അതിനെ നിയമത്തിൻ്റെ പിടിയിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, അതിലേക്ക് ഇനി ഞാൻ പോകുന്നത് ശരിയല്ല. ഇന്നലെ മുതൽ പോകൽ ശരിയല്ല. അത് കോടതിയിലായ വിഷയം. അത് അവരോട് ചോദിക്കും. അങ്ങോട്ട് ഒപ്പം തന്നെ അങ്ങോട്ട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് UDF-ന്റെ ഒരു പൂർണ്ണ പിന്തുണ അങ്ങേക്ക് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈ കാര്യത്തിൽ? പ്രത്യേകിച്ചും കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഒക്കെ സമരം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ചോദിക്കുന്നത്. UDF-ന്റെ പിന്തുണയുണ്ട്. UDF-ന്റെ കാലത്തും UDF-ന്റെ ഗവൺമെന്റിന്റെ ഒരു പാർട്ടായിട്ട് നിന്നുകൊണ്ടാണല്ലോ ഞാൻ ഇതെല്ലാം ചെയ്തത്. അല്ല, അതിപ്പോ കോടതിയിലുള്ള വിഷയമാണ്. കോടതി തീരുമാനിക്കട്ടെ. അല്ല, രാഷ്ട്രീയമായിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഇത് രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. പാലാരിവട്ടം മേൽപ്പാലം അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു കളങ്കമായി തന്നെ നിലനിൽക്കുകയാണോ? അല്ല, അതൊരു മനോരമ എഡിറ്റോറിയൽ എഴുതിയതുപോലെ അതൊരു നിർഭാഗ്യത്തിൻ്റെ പാലമാണ്. അല്ലാതെ കളങ്കത്തിൻ്റെ പാലമല്ല, നിർഭാഗ്യത്തിൻ്റെ പാലമാണ്. ഇബ്രാഹിം കുഞ്ഞിന് ഇതിലൊരു പങ്കുമില്ല. ഒരു പങ്കുമില്ല. അല്ല, അവര് നമുക്ക് തരേണ്ടത് ഒരു മാസ്റ്ററിൻ്റെ കോപ്പിയാണ്. ആ മാസ്റ്ററിൻ്റെ കോപ്പി തന്നിട്ടുണ്ട്. അതിലവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് സംശയിക്കാവുന്ന ഒരു സംഗതിയും കിട്ടിയിട്ടില്ല. ഉദ്യോഗസ്ഥ വേട്ടയുണ്ടോ ഇതിനകത്ത്? ഒരിക്കലുമില്ല. രാഷ്ട്രീയ വേട്ട മാത്രമേ ഉള്ളൂ.